നല്ലോണം മണ്ണ് വെട്ടിക്കൂട്ടി ഒരു കൂന പോലെ ആക്കിയിട്ട് ഈ പോളിനോട് വളരെ ചേർന്നിട്ട് തന്നെയാണ് പ്ലാന്റ് ചെയ്യുന്നത്. 2 പ്ലാന്റ് 2 സൈഡിൽ. അപ്പോൾ ഈ പ്ലാന്റ് വയ്ക്കുമ്പോൾ ഒരു കാര്യം കൂടെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് നനയ്ക്കാനുള്ള ഒരു സൗകര്യത്തിനും കൂടെ പറ്റുന്ന രീതിയിലാണ് പ്ലാന്റ് പൊസിഷൻ ചെയ്യുന്നത്. വേനൽക്കാലത്ത് നനയ്ക്കാനും അതേപോലെ വർഷക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിലും നമ്മൾ ഇത് ചെയ്യുന്നത്. ഏതാണ്ടൊരു 4 അടി വ്യാസത്തിലുള്ള ഒരു ഏരിയ നമ്മളത് ലൂസ് മണ്ണും ജൈവ വളങ്ങളും കൂടെ മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ പുതിയ ചെടികൾ വയ്ക്കുമ്പോൾ അതിന് വളരെ പെട്ടെന്ന് അതിൻ്റെ വേരുപടലങ്ങൾ എല്ലാ സ്ഥലത്തും എത്തണം. അപ്പോൾ അതിനുള്ള ഒരു വായു സഞ്ചാരം ഈ മണ്ണിനകത്ത് കിട്ടണം. അപ്പോൾ അത് കഴിഞ്ഞ് 2 ചൂടൽ കുത്തും, 2 സൈഡിലും പെട്ടെന്നൊരു വാട്ടം വരാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് മണ്ണങ്ങോട് വെട്ടിക്കൂട്ടും. സോ ഈ ചെടികളുടെ പെപ്പർ പ്ലാന്റിനെ നനയ്ക്കാനുള്ള സംവിധാനം നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് സാധാരണ നമ്മൾ തറയിൽ കൂടെ പൈപ്പ് ഇട്ടിട്ട് ചെയ്യുകയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു രീതി. പക്ഷേ ഇതിൽ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഈ കാലുകൾ തന്നെ ഉപയോഗിച്ചിട്ട് ഒരു തറയിൽ നിന്ന് ഒരു 2 അടി പൊക്കത്തിൽ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനുള്ള അല്ലെങ്കിൽ തുള്ളി നനയ്ക്കുള്ള പൈപ്പുകൾ ഓടിക്കും. അതിനുശേഷം 2 ഡിസ്പെൻസർ വെച്ചിട്ട് നമ്മുടെ കാലിലേക്ക് തന്നെ വെള്ളം വീഴിക്കും. അപ്പോൾ ആ പൈപ്പ് വഴി ഊർന്നിറങ്ങി വെള്ളം ഈ ചെടിയുടെ 2 സൈഡിലും എത്തും. ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. ഒന്നെന്ന് വെച്ചാൽ കാട് വെട്ടാനോ അല്ലെങ്കിൽ വളം ചെയ്യാനോ നമുക്ക് ഈ പൈപ്പിനെ മാറ്റേണ്ട ഒരു സ്ഥിതി വരുന്നില്ല. അപ്പം നമ്മൾ തുള്ളിനനയുടെ പൈപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഈ റണ്ണിങ് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് ഈ കാലിൽ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ മുളക് വള്ളി കയറി വരുമ്പോൾ അവിടെ ഒരു പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കാലിൽ നിന്ന് ഏതാണ്ട് ഒരു 1.5 ഇഞ്ച് മാറ്റിയിട്ടാണ് ഒരു സ്പേസർ ഇട്ടിട്ട് ആണ് നമ്മൾ ഈ വെള്ളത്തിൻ്റെ പൈപ്പ് ഓടിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ താഴെ നിന്ന് മുളക് വള്ളിക്ക് മേലേക്ക് കയറിപ്പോകാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്.